യെസ്, അപ്പൊ എല്ലാവരും ഇന്നലത്തെ നമ്മുടെ അടിപൊളി ട്രെയിലർ എല്ലാം കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെ. സോ ഇന്നലെ നമ്മൾ എന്താണെങ്കിലും ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്റെ പുതിയ ഒഫീഷ്യൽ ട്രെയിലറിന്റെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം, സോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന തന്നെയാണ്. ഇന്ന് നമ്മൾ ഫുൾ ഫ്ലെജ് ട്രെയിലർ ബ്രേക്ക് ഡൗണും എക്സ്പ്ലനേഷനും ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ടൈമൊന്നും കളയുന്നില്ല, നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിനു മുമ്പ് ടീസർ ട്രെയിലർ ലഭിച്ചിട്ടുണ്ടായ സമയത്ത് ടീസർ ട്രെയിലർ ആക്ച്വലി അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡെഡ്പൂളിനെ ആയിരുന്നു. പക്ഷെ ഒഫീഷ്യൽ ട്രെയിലറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാണിച്ചിട്ടുള്ള വൂൾവറിനെ തന്നെയാണ്. സോ അതാണ് ആദ്യത്തെ ഒരു ഡിഫറൻസ് നമുക്ക് ടീസറിൽ നിന്ന് ട്രെയിലറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ട്രെയിലറിലേക്ക് നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള യൂഷ്വലായിട്ട് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് വൂൾവറിൻ ബാറിൽ പോയിരിക്കുന്നത്. ആൻഡ് അത് തന്നെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ട്രെയിലറും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അവിടെ വെച്ച് ഡെഡ്പൂൾ വരുന്നു വൂൾവറിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ. ആൻഡ് പുള്ളിക്കാരൻ ആ ഒരു ഗണ്ണ് ചൂണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഗണ്ണിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ സ്മൈൽ വെയിറ്റ് ഫോർ ദ ഫ്ലാഷ് എന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഗണ്ണ് ഇതിനു മുമ്പ് നമ്മൾ ഡെഡ്പൂൾ 2-നകത്തൊക്കെ ഫീച്ചർ ചെയ്തിട്ടുള്ളൊരു ഗൺ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കുറച്ച് രീതിയിൽ അവർ ഗണ്ണ് റീഡിസൈൻ ചെയ്തതായിട്ട് നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അവർ തമ്മിലുള്ള ഒരു ഫണ്ണി കോൺവെർസേഷൻ എല്ലാം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷമാണ് നമ്മൾ ഇതുവരെ ഹ്യൂ ജാക്മാൻ്റെ വൂൾവറിനെ ആ ഒരു ഒഫീഷ്യൽ കോമിക് ബുക്ക് ആക്യുറേറ്റ് കോസ്റ്റ്യൂമിൽ നമ്മൾ കണ്ടിട്ടില്ല. ആൻഡ് ഫൈനലി ആ ഒരു ഒഫീഷ്യൽ കോമിക് ബുക്ക് ആക്യുറേറ്റ് കോസ്റ്റ്യൂമിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് അത് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ എന്നെ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആക്കിയിട്ടുള്ളൊരു കാര്യവും തന്നെയായിരുന്നു. ആൻഡ് ഇതാണ് മറ്റൊരു ഹൈലൈറ്റ് നമുക്ക് ഈ ട്രെയിലർ കൂടി ലഭിച്ചിട്ടുള്ളത്. സോ അതിനുശേഷം ട്രെയിലർ കുറച്ചും കൂടി കൂടുതൽ കഥയെ ഫോക്കസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഡെഡ്പൂളിന്റെ വേൾഡ് സേവ് ചെയ്യണം. നമ്മൾ ടി വി എല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ടി വിയുടെ കൂടെ ചേർന്നിട്ട് ഡെഡ്പൂൾ ഓരോ യൂണിവേഴ്സിൽ പോകുന്നതാണ് നമുക്ക് സത്യം തന്നെ ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ട്രെയിലറിലേക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് അത് തന്നെയാണ്. കാരണം ഏജന്റ് പാഡോക്സ് തന്നെ പറയുന്ന ഒരു കാര്യം നമുക്ക് ഈ ഒരു ട്രെയിലറിനകത്ത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വൂൾവറിൻ പുള്ളിക്കാരൻ്റെ വേൾഡിനെ മൊത്തത്തോടെ ലെറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ. അതായത് പുള്ളിക്കാരൻ്റെ വേൾഡിന് എന്തോ സംഭവിച്ചു, അതിൻ്റെ ഉത്തരവാദി വൂൾവറിനാണ് എന്നുള്ളൊരു കാര്യം പല സീക്വൻസ് നമ്മൾ അതിനകത്ത് കാണിച്ചു തരാൻ അവർ ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ ബേസിക്കലി വൂൾവറിനും അത് കൂടാതെ തന്നെ ഡെഡ്പൂളും കൂടി ചേർന്നിട്ട് അവരുടെ വേൾഡ് സേവ് ചെയ്യാൻ, അതായത് രണ്ടുപേരുടെയും വേൾഡ് സേവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ കോറിൽ നമുക്ക് കാണാനും സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് വൂൾവറിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാൻ ഒരു റിഡംഷൻ ആർക്കും കൂടി ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമ ശ്രമിക്കുന്നതായിട്ടാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. വീണ്ടും കുറേയധികം ഡെഡ്പൂൾ വിഎസ് ലോഗൻ തമ്മിലുള്ള കുറേയധികം ഫൈറ്റ് എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് സ്പെഷ്യലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൂൾവറിൻ ഡെഡ്പൂളിന്റെ ബോൾ ക്രഷ് ചെയ്യുന്ന സീൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ മറ്റൊരു സീനിലേക്ക് നമ്മൾ നോക്കിയാൽ ഡെഡ്പൂൾ വൂൾവറിന്റെ കിഡ്നി ക്രഷ് ചെയ്യുന്ന സീൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് കുറേ നല്ല രീതിയിൽ തന്നെ R-rated ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് എന്താണ് ഈ സിനിമയ്ക്ക് എന്ന് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. പിന്നെ നമുക്ക് ഫൈനലി ഇവർ തമ്മിയിട്ടുള്ള ആ ഒരു ടീമപ്പാണ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ആ ഒരു സ്ലോ മോഷനിൽ നടന്നു വരുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം ഇട്ടേക്കുന്ന വൂൾവറിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഒത്തിരിയധികം ആൾക്കാർ ഇങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് വൂൾവറിൻ്റെ ഹെൽമെറ്റ് അവർ CGI വെച്ച് റിമൂവ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. കാരണം സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും വൂൾവറിൻ ഹെൽമെറ്റ് ഇട്ടായിരിക്കും ഈ ഒരു സീനിൽ വരാൻ പോണെന്ന് ഒത്തിരി ആൾക്കാർ പറയാൻ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യമാണോ ഇതാണെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇതൊരു സ്പെക്കുലേഷൻ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ വേറെ കുറേയധികം ഒബ്വിയസ്ലി മാർവലിന്റെ ഈസ്റ്റർ എഗ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കോപ്പർ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാർവലിന്റെ കോമിക്സിലേക്ക് നോക്കിയാൽ ഒരു വില്ലന്റെ ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സ്പെസിഫിക് സീൻ ഈ ഒരു ട്രെയിലറിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫയർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഫയർ എന്ന് മാത്രമാണ് എനിക്ക് എന്താണെങ്കിലും എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അതിനുശേഷം നമുക്ക് ഡെഡ്പൂൾ മറ്റൊരു ഡയലോഗ് ഒക്കെ പറയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഐ ആം സോക്കിംഗ് വെറ്റ് റൈറ്റ് നൗ എന്നൊക്കെ പറയുന്ന കുറേയധികം അഡൾട്ട് ജോക്സും അഡൾട്ട് കണ്ടന്റും നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയിൽ കൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. വീണ്ടും നമുക്ക് കുറേയധികം രീതിയിലുള്ള R-rated ഫൈറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എസ്പെഷ്യലി ഈ ഒരു സീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഡെഡ്പൂള് അതായത് വൂൾവറിൻ്റെ ആ ഒരു ക്ലോയിനെ ഈ ഒരു കട്ടാന വെച്ചിട്ട് പുള്ളിക്കാരൻ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം. കാരണം നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, വൂൾവറിൻ്റെ ക്ലോസ് അഡമാൻഡിയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് വെപ്പൺ X എന്നായിരുന്നു ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് തന്നെ. പക്ഷെ എങ്ങനെ പുള്ളിക്കാൻ അത് ബ്ലോക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂസ് ചെയ്യുന്ന കട്ടാനയും അഡമാൻഡിയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കട്ടാന തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ വൂൾവറിനായിട്ടുള്ളൊരു ഫൈറ്റിനകത്ത് വൂൾവറിൻ്റെ ആ ഒരു ക്ലോയിനെ ഡെഡ്പൂളിന് എന്താന്ന് പറഞ്ഞാൽ കട്ടാന വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നതും തന്നെ. സോ ഇനി നമുക്ക് ട്രെയിലറിനകത്ത് ഉണ്ടായിരുന്ന മറ്റൊരു വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമാ കോറിൻ്റെ കസാൻഡ്ര നോവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ഒഫീഷ്യൽ ട്രെയിലറിനകത്ത് കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിട്ട് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ടീസർ
ടീസറിനകത്ത് നമ്മൾ പുള്ളിക്കാരിയെ കണ്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ടീസ് മാത്രമായിരുന്നു, പുള്ളിക്കാരിയുടെ പുറകിൽ നിന്നുള്ളൊരു ലുക്ക് മാത്രം തന്നെയായിരുന്നു. പക്ഷേ കസാൻഡ്ര നോവയുടെ ക്യാരക്ടറിനെ ഇതിനകത്ത് അവർ ഹെവിലി ഫീച്ചർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ആരാണ് കസാൻഡ്ര നോവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൾസ് എക്സേവിയറിൻ്റെ ഒരു അനിയത്തിയായിട്ട് വരും കസാൻഡ്ര നോവ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് പുള്ളിക്കാരിയുടെയും പവർ ഏകദേശം പ്രൊഫസർ എക്സിൻ്റെ സെയിം ആയിട്ടുള്ളൊരു പവേഴ്സ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം മറ്റൊരു സീനിനകത്ത് പുള്ളിക്കാരി ഈസി ആയിട്ട് വൂൾവറിനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മാഗ്നറ്റോടെ എങ്ങനെയും മകളാണോ എന്നാണ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അല്ല, പുള്ളിക്കാരി എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ളൊരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ആൻഡ് കസാൻഡ്ര നോവയായിരിക്കും ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മെയിൻ വില്ലൻ എന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടും വേണ്ട. ഇതിന് ശേഷം ഏറ്റവും കൂടുതൽ എന്നെ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക് സീൻ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ആൻഡ് മാൻ്റെ അകത്ത് കൂടിയാണ് ഇവരൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കസാൻഡ്ര നോവയുടെ ഹൈഡ് ഔട്ട് തന്നെ അയൺ മാൻ അല്ലല്ലോ, ആൻഡ് മാൻ്റെ ഡെഡ് ബോഡിയുടെ അകത്താണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആ ഒരു ഹെൽമെറ്റ് തുറക്കുന്നതും ആൻഡ് മാൻ്റെ സ്കല്ലും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മാർവൽ കോമിക്സിനകത്ത് പിം ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഹാങ് പിം മരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് തന്നെയാണ് ഇവർ ഇതിനകത്ത് റിക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹാങ് പിമ്മിൻ്റെ വേർഷൻ ഓഫ് ആൻഡ് മാൻ ആകാനാണ് അത് സാധ്യത വളരെ കൂടുതൽ തന്നെ. ആൻഡ് ത്രൂ ഔട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കുറേയധികം സീക്വൻസിനകത്ത് ആൻഡ് മാൻ്റെ ആ ഒരു ബോഡി യൂസ് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അത് ഈ ഒരു സിനിമയുടെ മറ്റൊരു അട്രാക്ഷനായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ഇത് പിം ഫോൾസ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അതുകൂടാതെ തന്നെ ഈ ഒരു ഹൈഡ് ഔട്ടിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ എക്സ്മാൻ്റെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അസേസിയൽ, അതുകൂടാതെ തന്നെ പൈറോ, പിന്നെ ഡെഡ് സ്ട്രൈക്ക്, ലേഡി ഡെഡ് സ്ട്രൈക്കിനെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെയും കുറേ ആൾക്കാരുണ്ട്, അത് നമുക്ക് കറക്റ്റായിട്ട് അത് കുറച്ചും കൂടി കാര്യങ്ങൾ കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ഇതിനകത്ത് വേറെയും കുറേ എക്സ്മാൻ്റെ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ ലോക്കിയുടെ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്യാസ് മോൺസ്റ്റർ എലോയത്തിൻ്റെ മറ്റൊരു ലുക്കും കൂടി നമുക്ക് വീണ്ടും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് മറ്റൊരു സീനിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്ന വേറൊരു ക്യാരക്ടർ ബൈക്ക് ഓടിച്ച് ഈ ഒരു ചാരിയറ്റ് റൺ ചെയ്തുകൊണ്ട് വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ അങ്ങനത്തെ പവറുള്ളൊരു മ്യൂട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് നല്ല രീതിയിൽ തന്നെ കണ്ടിട്ട് മാഡ് മാക്സ് ഫ്യൂറി റോഡിൻ്റെ ആ ഒരു വൈബാണ് എനിക്ക് മൊത്തത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് വീണ്ടും മൂവിക്കകത്ത് കുറേയധികം രീതിയിലുള്ള ആക്ഷൻസ്, അതുകൂടാതെ തന്നെ ബോംബ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒബ്വിയസ്ലി ഇതൊരു R-rated ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. പക്ഷേ ട്രെയിലർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഓരോ പ്രേക്ഷകർക്കും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോർട്ടൽ ഏതാണ്, ഇത് TV-യുടെ പോർട്ടലാണോ അതോ ഇത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോർട്ടലാണോ എന്നുള്ള കൺഫ്യൂഷൻ ഒത്തിരി ആൾക്കാർക്ക് വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഒരു രീതിയിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് ഡോക്ടർ സ്ട്രേഞ്ച് തുറക്കുന്ന രീതിയിലുള്ളൊരു പോർട്ടലായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മിക്കവാറും ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു കമിയോ നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറേയധികം കമിയോസ് ഈ ഒരു സിനിമയ്ക്കകത്ത് വരും എന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സോ ചിലപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ചും വരാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു പോർട്ടൽ ആരാണ് തുറന്നത്? TV ആണോ തുറന്നത് അതോ ഡോക്ടർ സ്ട്രേഞ്ച് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ ട്രെയിലറിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ഡെഡ് പൂളും അതുകൂടാതെ തന്നെ വൂൾവറിനും ലെറ്റ്സ് ഫക്കിംഗ് ഗോ എന്ന് പറഞ്ഞിട്ട് കിടന്ന് കാറിപ്പോഴേക്കും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ട്രെയിലറിൻ്റെ എൻഡിങ്ങിനകത്തും അതവർ ഷോർട്ട് ഫോം ആക്കിയിട്ട് LFG ലെറ്റ്സ് ഫക്കിംഗ് ഗോ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ #LFG എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഈ ഒരു ഒഫീഷ്യൽ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഈസ്റ്റർ എഗ്സ് കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ട്രെയിലറിൻ്റെ? നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഏതൊരു കമിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. ഇത്രയും ചൂടത്തിരുന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ എത്രത്തോളം വേർക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം. സോ അതെങ്കിലും കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് ലൈക്ക് അടിക്കാവുന്ന തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.